അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ മുരുക്കുംപറ്റ എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ. ഇന്ന് കൊടുക്കാനുള്ള ഇതായി 5 സെൻറ്റ് സ്ഥലവും ഓട്ടുവരെയാണ്. ഈ വീട്ടിലേക്കുള്ള വഴി സൗകര്യം എല്ലാവിധ വാഹനങ്ങളും വരുന്ന വഴി തന്നെയാണ്. പക്ഷേ ഒരു 3 മീറ്റർ മാത്രം കഷ്ടി ഒരു ഓട്ടോറിക്ഷ മാത്രം ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ബൈക്ക്, അത്ര ദൂരം മാത്രം ഒരു ചെറിയ വഴിയാണുള്ളത് കേട്ടോ. അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങ് 1-2 ഉണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 10-200 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിൽ കേട്ടോ. അതുപോലെ അത്യാവശ്യം കായുള്ള ഇതാണ്ടോ, നല്ല 1-2 തെങ്ങുണ്ട്. പിന്നെ ഒരു ചെറിയ രീതിയിലൊരു മാവുണ്ട്. വീട് ഇപ്പോൾ താമസമില്ലാതെ അടച്ചിട്ട കാരണം ചെറിയ രീതിയിലൊക്കെ വർക്കുകളൊക്കെ ചെയ്താൽ നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. 2 നില തട്ടൊക്കെയുള്ള വീടാണ്. ഈ 5 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ഇതിൻ്റെ ഓണർ വില പറയുന്നത് 8 ലക്ഷം രൂപയാണ് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും കുറവ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ വില തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് സ്ഥലത്തിൻ്റെ വില തന്നെ ആയിട്ടുള്ളൂ. അത്യാവശ്യം താമസിക്കേണ്ടവർക്ക് താമസിക്കും ചെയ്യുക. നല്ലൊരു വീടാക്കി മാറ്റാം. ചെറിയ രീതിയിലൊക്കെ ഒരു മിനുക്ക് പണികളൊക്കെ എടുത്താൽ നല്ല രീതിയിൽ വാടകയ്ക്കൊക്കെ താമസിക്കാൻ പറ്റുന്നവർക്കൊക്കെ വാടക കൊടുക്കാതെ ഇരിക്കും ചെയ്യുക. പിന്നീട് ക്യാഷുള്ളപ്പോൾ ഈ സ്ഥലത്ത് നല്ലൊരു വീട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. അതിനൊക്കെ പറ്റിയ നല്ലൊരു വീടാണ്. അതുപോലെ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു 5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ദൂരമുള്ളൂ കേട്ടോ ഈ വീട്ടിൽ നിന്ന്. അതുപോലെ ഈ പ്രദേശത്തിൻ്റെ എല്ലാവിധ വിഭാഗങ്ങളും മിക്സ് ചെയ്ത് താമസിക്കുന്ന ഒരു ഏരിയയാണ്. പള്ളി അടുത്തുണ്ട്, മദ്രസ അടുത്തുണ്ട്, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ട്. മെയിൻ റോഡിലേക്ക് വെറും 200 മീറ്റർ ദൂരമുള്ളൂ. പിന്നെ ഇതാണല്ലേ, അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കൊക്കെ പറ്റിയ നല്ല മുറ്റുണ്ട്. പിന്നെ ചെറിയ വിലയല്ലേ ഉള്ളൂ. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. ചെറിയ രീതിയിലൊക്കെ ഒന്ന് 4 ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി, ഉൾഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് താമസിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.